അപ്പൊ നമ്മളെ ഈ വർഷത്തെ ഫുള്ളായിട്ട് നമ്മൾ ഏകദേശം ഈ വർഷം 17 പോസ്റ്റാണ് നമുക്ക് കുരുമുളക് പറിക്കാൻ പറ്റിയത്. കുറച്ച് പോസ്റ്റിന് കഴിഞ്ഞ പ്രാവശ്യം മുളക് കേടായി പോയിരുന്നു വള്ളി. അപ്പൊ അതുകൊണ്ട് 17 പോസ്റ്റിലെ കുരുമുളകാണ് നമുക്കിപ്പോ ഈ വർഷം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, ഏകദേശം 3 കിലോ ഒരു പോസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഒറ്റ പോസ്റ്റിൽ തൂക്കി വെക്കുക, ബാക്കിയുള്ളതൊന്നും മൊത്തത്തിൽ തൂക്കിയിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ നമ്മൾ തൂക്കി വെക്കുമ്പോൾ ഏകദേശം 17 പോസ്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 48 കിലോ കുരുമുളകാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. ഈ വർഷം ഉണക്ക് തീർന്ന് അതിന്റെ പതിരെല്ലാം കളഞ്ഞതിന് ശേഷമുള്ള നമുക്ക് കിട്ടിയ കുരുമുളകാണ്, ആകെ കിട്ടിയ കുരുമുളകാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 48 കിലോ കുരുമുളകാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്കത് ഏകദേശം 20 കിലോന്റെ ചോടായിരുന്നു കിട്ടിയിരുന്നത്. ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ, നമുക്കെന്നല്ല പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ടായ വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് ഈ വർഷം മിക്ക ആളുകൾക്കും കുരുമുളക് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ PVC പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം വിളവ് കിട്ടുന്നുണ്ട്. ഇതിന് യാതൊരു തർക്കമില്ല. പരമാവധി ആളുകൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വർഷം വിളവെടുപ്പ് കഴിഞ്ഞു. അതിന്റെ കുരുമുളകൊക്കെ ഉണക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർഷം ഏകദേശം ഒരു കാലിൽ നിന്ന് നമ്മൾ എത്ര കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നേരത്തെയും ഒരു സംശയം ഉണ്ടായിരുന്നു. പല ആളുകൾക്കും എത്ര കിട്ടും എന്നതിനെ പറ്റി പല ആളുകളും നമ്മൾ വിളിച്ചു ചോദിച്ചിരുന്നു, ഒരു കാലിൽ നിന്ന് എത്ര കിട്ടും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കാലിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോ അല്ലെങ്കിൽ അതിന്റെ മേലെ കണ്ടിട്ട് കിട്ടും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം പലരും, നമ്മളെ കൃഷി ഓഫീസർ അതുപോലെ തന്നെ പലരും വന്നിട്ട് നമ്മളെ കുരുമുളക് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നത് ഏകദേശം 3 കിലോ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് 4ാമത്തെ വർഷമാണ്. 4ാമത്തെ വർഷമായപ്പോഴാണ് നമുക്ക് ഒരു പോസ്റ്റിൽ നമുക്ക് 3 കിലോ ഇതിന്റെ മേലെ കണ്ടിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഉണക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഉണക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിലാസ് ഏകദേശം 0 ആക്കി വെച്ചിട്ടാണ്. ഇപ്പൊ ഇതിന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ 0 ആവും. അപ്പൊ അതിന്റെ തൂക്കങ്ങൾ കറക്റ്റായിട്ട് കാണിക്കാൻ പോവാണ്. ആ ഉണക്കിയ കുരുമുളകാണിത്. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഉണക്കണ്ട, ഇനിയൊരു ഉണക്കം ആവശ്യമില്ല. നല്ലോണം അതിന്റെ പതിരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഉള്ള അളവാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വേണ്ട 3 കിലോ ഇതിന് മേലെയാണ് ഇതിന്റെ തൂക്കമുള്ളത്. ഇതിന്റെ പതിരെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു സാധനം കളയാൻ ബാക്കില്ല. പ്യൂർ കുരുമുളകാണിത്. അപ്പൊ ഇത്രയും കുരുമുളകാണ് നമ്മൾ ഒരു പോസ്റ്റ് 4 മീറ്ററിന്റെ 3.25 നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. 3.25 4 ചെയ്താൽ നമുക്ക് കിട്ടുന്ന വിളവാണ്. ഒരു കാലിൽ നിന്ന്, ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് PVC പൈപ്പിൽ നിന്ന് കിട്ടുന്നത് 3 കിലോ കുരുമുളക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ സമയത്ത് ഒട്ടനവധി ആയിരക്കണക്കിന് പോസ്റ്റാണ് ഇപ്പൊ ഈ വർഷം നമ്മളോട് വിളിച്ചു ചോദിച്ചിട്ട് പലരും ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ അവന്റെ തൈ തന്നെ ഇപ്പൊ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ലാതായി. അതുപോലെ തന്നെ നമ്മൾ PVC പൈപ്പ് ഇപ്പോ താങ്ങുകാലം എന്നുള്ള നിലക്ക് ഇപ്പൊ ഇറക്കിയപ്പോ തന്നെ ഒട്ടനവധി ആളുകൾ നമ്മളെ വിളിച്ച് ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കമ്പനിക്ക് ഇപ്പൊ അടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് അടിച്ചു തരാമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അധികം അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.